സൈഫ്, ഇതിൽ 14ാമത്തെ പോയിന്റായി സൂചിപ്പിച്ചിരിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, cultural events actual expense was shown as 8 lakhs where it was scheduled as 2 lakhs. അതായത് 8 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു, 2 ലക്ഷം രൂപ മാത്രം ചെലവാക്കാൻ നിശ്ചയിച്ചെടുത്ത് 8 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു. അതായത് 6 ലക്ഷം രൂപയുടെ വ്യത്യാസം ഇവിടെയുണ്ട്. ആ 6 ലക്ഷം രൂപ എവിടെ നിന്നായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാകുക? അത് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണോ എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്? അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഈ തുക, ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള തുക മുഴുവൻ എടുക്കേണ്ടത് സ്പോൺസർഷിപ്പിലൂടെ മാത്രമായിരിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ പാടെ ലംഘിക്കപ്പെട്ടിരിക്കുകയല്ലേ ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ? അതെ, തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പിലൂടെ നടത്താൻ വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ 2 സ്പോൺസർമാരെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു. ഒന്ന് കേരള ബാങ്ക്. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന CPM അതിന്റെ ഭരണസമിതി കൂടുതലായിട്ടുള്ളത് CPM-മായി ബന്ധപ്പെട്ട, അത് പ്രാദേശിക തലത്തിലായാലും ജില്ലാ തലത്തിലായാലും എല്ലാം CPM-മായി ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ ആ ഭരണസമിതിയിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് കേരള ബാങ്ക്, ഒന്ന് ധനലക്ഷ്മി ബാങ്ക്. ഈ 2 ബാങ്കുകളിൽ നിന്നാണ് സ്പോൺസർഷിപ്പ് തുക കണ്ടെത്താൻ വേണ്ടി തീരുമാനിക്കുകയും സ്പോൺസർമാരായി അവർ വരികയും ചെയ്തത്. ഈ ബാങ്കുകൾ പണം കൃത്യസമയത്ത് നൽകിയില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ റിലീജിയൻസ് ആൻഡ് റിലീജിയസ് ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ടുണ്ട്, അതിന് വേണ്ടി ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്ന് പണം ആദ്യമായി എടുക്കുന്നു, അത് കടമായിട്ട് എടുക്കുന്നു. മറ്റേ ഫണ്ട് വരുമ്പോൾ തിരികെ വെക്കാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ഫണ്ട് എടുക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് അത് എടുത്ത് ഈ പരിപാടി നടത്തുന്നത്. അങ്ങനെ പരിപാടി നടത്തിക്കഴിഞ്ഞ് ഈ സ്പോൺസർമാർ പണം തിരികെ തന്നപ്പോൾ അത് തിരികെ നിക്ഷേപിച്ചു എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തിരികെ നിക്ഷേപിച്ചതായി ഒരു തെളിവുകളുമില്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതെവിടെ പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ഇനി കിട്ടേണ്ടത്. 2 കോടി രൂപ ആണ് അത് സ്പോൺസർഷിപ്പിലൂടെ അവർ കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ 2 കോടി രൂപ ഇനി കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയുന്ന, അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 2 കോടി രൂപ അതെവിടെ പോയി എന്നുള്ള ചോദ്യം, അങ്ങനെ വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, പ്രഥമ ദൃഷ്ടിയാ തന്നെ, കൂടുതൽ വായന പോലും വേണ്ട, പ്രഥമ ദൃഷ്ടിയാ തന്നെ ക്രമക്കേടാണോ അതല്ലെങ്കിൽ ഒരു സാങ്കേതികമായ ഒരു ക്രമക്കേട് എന്നതിനെക്കാട്ടും അപ്പുറം ഇതൊരു പക്ഷേ ക്ലറിക്കൽ സംഭവിക്കുന്ന, ഈ റിപ്പോർട്ട് നൽകുമ്പോൾ സംഭവിച്ച ഒരു പിഴവ്, അങ്ങനെ ഏതെങ്കിലും അതിന്റെ വാദങ്ങളൊക്കെ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? അങ്ങനെ ഒരു വാദത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ അനീഷ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ PS പ്രശാന്തിനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ കഴിഞ്ഞ ബുള്ളറ്റിൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തുടർച്ചയായി വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അദ്ദേഹം 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് മുമ്പ് കേൾക്കുകയായിരുന്നു. അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു വാചകം, 7 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. 7 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും 4 കോടി രൂപ സ്പോൺസർഷിപ്പായി കിട്ടുമ്പോൾ ആ പണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ചെലവ് പൂർണ്ണമായി വഹിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കെ അനിൽകുമാർ CPM നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ അനിൽകുമാർ, നോക്കൂ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പന്തൽ നിർമ്മാണം പോലും ടെൻഡർ ഇല്ലാതെ നടത്തി, ഒപ്പം കണക്കുകളിൽ കൂടി പൊരുത്തക്കേടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ഇപ്രകാരങ്ങളുടെ അധികാരമൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ. 2019 ഈ അധികാരമുള്ള കോടതി അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ കുറുപ്പ് കൊടുപരം മാറ്റുമ്പോഴും ഭാര്യവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുക്കുമ്പോഴും ഈ കോടതി എന്തെടുക്കുകയായിരുന്നു എന്ന് നാട്ടുകാർക്ക് ചോദിക്കാമല്ലോ. അപ്പൊ അയ്യപ്പ സംഘം നടന്നിട്ട് കുറച്ച് കാലമല്ലേ ആയിരുന്നു, 3-4 മാസമല്ലേ ആയിരുന്നു. 6 കൊല്ലം മുമ്പത്തെ കഥയാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഓഡിറ്റൊക്കെ തീർന്നോ? ഹൈക്കോടതിയിൽ എത്ര കൊല്ലമായി ഓഡിറ്റ് പെൻഡിങ്ങ? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ ജോലി എന്താ? ഓഡിറ്റാണ്. ഓഡിറ്റുകൾ സമയബന്ധമായി തീർത്തിരുന്നെങ്കിൽ 2019 ഈ കാര്യങ്ങൾ കണ്ടെത്തില്ലായിരുന്നു. നമ്മളൊരു രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് ഇടം കൊടുക്കുന്ന വിധം ഒരു കാര്യം ചെയ്യരുതെന്ന് ഇതേ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സർ, ഇത് മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയല്ല സർ, വീഴ്ചകളൊക്കെ വിട്ട് തിരുത്തി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇത്. സ്വർണ്ണക്കൊള്ളയല്ല, മറിച്ച് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വന്നൊരു റിപ്പോർട്ടാണ് സർ, മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ല. ഒരു സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന അതിലെ വിശദാംശങ്ങളാണ് ഞാൻ താങ്കളോട് പങ്കുവച്ചത്. ഞാൻ ആ റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെ ഒരു കമ്മീഷണറാണ് രാജ്യവാഹനം തന്ത്രിക്ക് കൊടുത്തു വിട്ടു, അയ്യപ്പൻ ഈ ഉന്നകൃഷ്ണൻ സ്പോൺസർ പോറ്റിയാന്ന് എഴുതി ഹൈക്കോടതിക്ക് കൊടുത്തത്. ഇതേ ഒരു കമ്മീഷനാണ് ഇതുപോലെ തന്നെ അവിടെ നിന്നിട്ട് ഈ കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതി നിയോഗിച്ച ആളാണ് ഈ കട്ടളപ്പാടിയൊക്കെ പിടിച്ചു വെക്കുന്നത് കണ്ടത്. അതെവിടെ നിന്ന് എത്തി അവസാനം? ആ പോറ്റി, കള്ളനായ പോറ്റിയെ കണ്ടെത്തുന്നവരെത്തി.
ആ കാലത്തെല്ലാം ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കപ്പെട്ടിരുന്ന എന്റെ ചോദ്യം. ദേവസ്വം ബോർഡ് കണക്കില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? കണക്കില്ലാവില്ല, നടക്കുമോ? ഇപ്പൊ ഇവിടെ ടെൻഡറില്ലാതെ കൊടുക്കുന്നു. ഇവിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇക്കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് എത്രയും ഉത്തരവുകളുണ്ട്. അത് ഓഡിറ്റ് വരുമ്പോൾ അതിന് ഭാഗമായിട്ട് ഉത്തരവ് ഹാജരാക്കുമ്പോൾ വിഷയങ്ങൾ തീരും. ഒരു ദുർത്തലവും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ വിശദീകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതൊന്നും ഒരു തരത്തിൽ രാഷ്ട്രീയമായിട്ടോ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്തോ പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ ശരിയായി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് മുമ്പ് കാലങ്ങളിൽ പരിശോധിക്കപ്പെടാത്തത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ പോറ്റിയാക്കി അവരോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കുറുപ്പ് തയ്യാറായത്. അത് കൊടിമര കൊള്ളയിലേക്ക് എത്തി. അവിടെ തൊട്ട് പിന്നെ ആ പോറ്റിയെ ഒഴിവാക്കിയത് അയ്യപ്പ സംഗമത്തോടെയാണ്. അയ്യപ്പ സംഗമത്തോടെ പോറ്റിയെ ഒഴിവാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ അയ്യപ്പ സംഗമത്തിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് പറയുന്നത് പോറ്റിയെ രക്ഷിക്കാനുള്ള കുതന്ത്രമാണ്. അതൊന്നും നിരസിക്കുന്നതല്ല. അതുകൊണ്ട് ഇതിനെല്ലാം നല്ല മറുപടി ഉണ്ടാകും. എന്താണോ ഇപ്പൊ വന്നിട്ടുള്ള റിപ്പോർട്ട് അതിന് കൃത്യമായ മറുപടി സർക്കാർ പരിപാടിക്ക് ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണമൊക്കെ നൽകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം പന്തൽ നിർമ്മാണം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ടെൻഡർ ഇല്ലാതെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഏതെങ്കിലും ഏജൻസിയോ മറ്റോ ഏൽപ്പിക്കുമോ? അതെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2013 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സർക്കാരിന്റെ അക്രഡിറ്റഡ് ഏജൻസികളിൽ ഒന്നാക്കി മാറ്റിയിട്ട് അവർക്ക് ഇത്തരം പദ്ധതികൾ ചെയ്യാൻ കഴിയുമെന്ന ഉത്തരവ് ഇറക്കിയിട്ടുള്ളതും. അത് 2013 മുതൽ ചെയ്തു വരുന്ന കാര്യമാണ്. പുതുതായി LDF സർക്കാർ ആരംഭിച്ചതല്ല. അതിനുശേഷം എത്രയോ ഓഡിറ്റുകളിൽ അവർക്ക് വളരെ മികവാർന്ന നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് റേറ്റ് ഉള്ളതല്ലേ? ഒരു ജർമ്മൻ പന്തലിന് എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്, PWD അംഗീകരിച്ച റേറ്റ് ഉണ്ട്. ആ റേറ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. PWDക്ക് റേറ്റ് ഇല്ലാതെയാണ് കാര്യങ്ങൾ നടക്കുക. ഓരോ കാര്യത്തിനും പെട്ട റേറ്റുകൾ അംഗീകരിക്കപ്പെട്ട റേറ്റ് ഇല്ലേ? ഇതൊക്കെ ഏതാണ് ഒരു അത്ഭുതകരമായ കാര്യം നടന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കോടതിക്ക് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ദേവസ്വം ബോർഡ് മറുപടി കൊടുക്കും. അത് ചാലഞ്ചിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വ്യക്തിപരമായ മറുപടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ദേവസ്വം ബോർഡാണ് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത്. മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അതിന് സംശയം എന്താണ്?